തുടക്കക്കാരെ സംബന്ധിച്ച് ഈ ബാക്ക് ബ്രേക്ക് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ആക്സിലേറ്റർ കൂടി പോകുന്ന പേടി എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ ഇത് പിടിക്കുമ്പോൾ അതുപോലെ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇത് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് ഇത് പിടിക്കുമ്പോഴൊക്കെ കൂടി പോവുകയും അങ്ങനെ അല്ലെങ്കിൽ ആക്സിലേറ്റർ ഫുള്ളായിട്ട് കുറഞ്ഞു പോവുക, വണ്ടി നിന്ന് പോകുന്ന അവസ്ഥയിലേക്കൊക്കെ പോകും. അതുകൊണ്ട് തന്നെ ബാക്ക് ബ്രേക്ക് ആയിരിക്കും നമ്മൾ തുടക്കത്തിൽ നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടോ. അത് ഏറ്റവും പഠിക്കുന്ന പിള്ളേർ പഠിച്ചു വരുന്ന ആ സമയത്ത്, അതായത് നമ്മൾ അധിക സ്പീഡ് കാര്യങ്ങളെടുത്തൊന്നല്ല ആദ്യം പഠിച്ചു പോകുന്നത്, ഒരു 20-25 അല്ലെ ആ ഒരു 20-നുള്ളിലുള്ള സ്പീഡിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ വണ്ടി ഓടിക്കുക. അപ്പോൾ വണ്ടി ഓടി പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നേരം ഈ ബാക്ക് ബ്രേക്ക് പിടിച്ച് നമുക്ക് വണ്ടി നിർത്താവുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ നമ്മൾ പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടും. എങ്ങനെ ആക്സിലേറ്റർ തിരിക്കാം, എത്രത്തോളം ആക്സിലേറ്റർ തിരിച്ചാൽ നമുക്ക് സ്പീഡ് എത്രത്തോളം കയറും എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നേരം ആക്സിലേറ്റർ കൂട്ടി കഴിയുമ്പോൾ തന്നെ അതിന്റെ കൂടെ നമ്മൾ ആദ്യം മുതലേ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം ഒരു 2 വിരൽ ഈ ബ്രേക്കിൽ വെച്ചേക്കുക എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ ആക്സിലേറ്റർ മാത്രം ഇങ്ങനെ ഫുള്ള് കൈ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും വണ്ടി ഓടിക്കാൻ നിൽക്കരുത്.